എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 3 എപ്പിസോഡ് നമ്പർ 4. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നെവിനെയാണ് കാണിക്കുന്നത്. നെവിൻ ആര്യൻ്റെ റേസിംഗ് സ്റ്റാർ ബാൻഡ് അടിച്ചു മാറ്റി ഒളിപ്പിച്ചു വയ്ക്കുന്നു. എന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നു, എനിക്ക് ഈ യൂണിഫോം ഇട്ട് മടുത്ത് ബിഗ് ബോസ്, എനിക്ക് എൻ്റെ ഡ്രസ്സ് തിരിച്ചു വേണം. അതിനുശേഷം അനുവിനെയും ശരത്തിനെയാണ് കാണിക്കുന്നത്. അനു ശരത്തിനോട് പറയുന്നു, നിങ്ങൾ പാഷാണത്തിൽ കൃമിയാണെന്ന്. അപ്പം ശരത്ത് പറയുന്നു, നീ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാവും, അത് നീ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് മോർണിംഗ് ആക്ടിവിറ്റീൻ്റെ ഐഡിയ കിട്ടിയത് അനുവിൻ്റെ അടുത്ത് നിന്നാണ് എന്ന്. എന്നിട്ട് അനു ശരത്തിൻ്റെ അടുത്ത് പറയുന്നു, അവിടെ ഇവിടെയും പോയിട്ട് ഓരോന്ന് പറയുന്ന ആൾ പിന്നെ പാഷാണത്തിൽ കൃമിയല്ലേ, നിങ്ങളെല്ലാവരും കൂടി ഈ അനീഷിൻ്റെ പുറകെ നടക്കുന്നത് എന്തിനാ? 4 ദിവസമായി, ഈ 4 ദിവസമായിട്ടും പിന്നെ എല്ലാ എപ്പിസോഡിലും അനീഷാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനു സംസാരിക്കുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയാണ്. മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്കൊരു ഓമനപ്പേരും ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഒരു ഓമനപ്പേരും ഇടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാത്ത ഒരാൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഓമനപ്പേരുകളിൽ നിന്നിട്ട് ഒരു പേര് സെലക്ട് ചെയ്യുക. ആ പേരിലായിരിക്കും പിന്നീട് അവരെ അറിയപ്പെടുക. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നവരും അവർക്ക് കിട്ടിയിട്ടുള്ള ഓമന പേരുകളിൽ നിന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യുക. അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാത്ത ആൾ അനീഷാണ്. അനീഷിന് ശരത്തിട്ട പേര് മുള്ളം പന്നി എന്നുള്ളതാണ്. അപ്പോൾ ആ പേരാണ് പുള്ളി സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അനുവിനെയും നൂറേനെയും ആദിലേനെയാണ്. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു പേരിൽ നിന്നിട്ട് അനു പാവക്കുട്ടി എന്നുള്ളതും ആദിലയും നൂറയും പൂമ്പാറ്റകൾ എന്നുള്ള പേരും സെലക്ട് ചെയ്യുന്നു. ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയേണ്ട വേറൊരു കാര്യം, അക്ബർ ഇഷ്ടപ്പെടാത്ത ആളിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞ സമയത്ത് രേണു സുധീനെയാണ് സെലക്ട് ചെയ്യുന്നത്. രേണു സുധിക്ക് അക്ബർ ഇട്ട പേര് സെപ്റ്റിക് ടാങ്ക് എന്നുള്ളതാണ്. അത് ആ സമയത്ത് കേട്ടപ്പോൾ തന്നെ ഇത്രയും വേണോ, അത് കുറച്ച് ഓവറായി പോയി എന്നുള്ളത് തോന്നി. അവിടെ ഉള്ളവർക്കും അത് തന്നെ തോന്നി. പക്ഷേ ആ സമയത്ത് ആരും അങ്ങനെ റിയാക്ട് ചെയ്തില്ല. പക്ഷേ രേണുവിനെ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. രേണുവിനെ അത് ഭയങ്കരമായിട്ട് ഹർട്ടായിട്ടുണ്ട്. രേണു സുധീനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ പറയുക. അതല്ലാതെ അവരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത്, അത് രേണു എന്നല്ല ആരെക്കുറിച്ചും ഈ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അക്ബർ ഈ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള വിളിച്ചത് ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിനുശേഷം പിന്നെ രേണുവിൻ്റെ അവസരം വന്ന സമയത്ത് രേണു തിരിച്ച് വേട്ടപ്പെട്ടി എന്ന് തിരിച്ച് അക്ബറിനെ വിളിച്ചിരുന്നു. പിന്നീട് കാണിക്കുന്നത് സീസൺ 7 ആദ്യത്തെ വീക്ക്ലി ടാസ്ക് ആണ്, ഭാഗ്യത്തിൻ്റെ പണിപ്പെട്ടി. അതായത് ഗാർഡൻ ഏരിയയിൽ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ പല കളറിലുള്ള കോയിൻസ് ഉണ്ടാവും. ബസർ ടു ബസറാണ് ടാസ്ക് ഉള്ളത്. ബസർ അടിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ പോയി ആ ബോക്സിലുള്ള കോയിൻസ് കളക്ട് ചെയ്യുക. 3 കളറിലുള്ള കോയിൻസാണ് ഉണ്ടാവുക, ഗോൾഡ്, റെഡ്, ബ്ലാക്ക്. ഗോൾഡ് കളറിലുള്ള കോയിനാണ് കിട്ടണമെങ്കിൽ സൂപ്പർ പവറും, ബ്ലാക്ക് കളറിലുള്ള കോയിനാണ് കിട്ടണമെങ്കിൽ അപ്പം തന്നെ ഒരു നല്ല അസല് പണിയും, റെഡ് കളറിലുള്ള കോയിനാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എണ്ണം കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നീട് ഉപകരിച്ചേക്കാം എന്നുള്ളതും ടാസ്ക് ലെറ്ററിൽ പറയുന്നുണ്ട്. അടുത്ത പണിപ്പുര ടാസ്കിലേക്കുള്ള എൻട്രിയെ വരെ സ്വാധീനിക്കുന്ന ടാസ്ക് ആണ് എന്നുള്ളതും പറയുന്നു. അതേപോലെ തന്നെ ആദിലയും നൂറയും 2 പേരുള്ളത് കൊണ്ട് തന്നെ തന്നിരിക്കുന്ന റോപ്പ് ഉപയോഗിച്ച് 2 പേരുടെയും ഓരോ കൈ ബന്ധിക്കണം എന്നുള്ളതും പറയുന്നു. ഇവർ കളക്ട് ചെയ്യുന്ന കോയിൻസ് ഇടാൻ വേണ്ടിയിട്ട് ഓരോ പൗച്ചും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ബസർ അടിക്കുന്നു, എല്ലാവരും പോയി ബോക്സിൽ കൈയിട്ട് കോയിൻ കളക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ബസർ അടിക്കുമ്പോഴത്തേക്കിനും തിരിച്ച് ആ സർക്കിളിന് പുറത്തേക്ക് വരുന്നു. പിന്നീട് ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു. ആർക്കൊക്കെയാണ് കോയിൻസ് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ അഭിലാഷിനും റെനയ്ക്കും ബിന്നിക്കും ആര്യനും ജിഷേലിനും അക്ബറിനും മാത്രമാണ് കോയിൻസ് കിട്ടിയിട്ടുള്ളത്. ബാക്കി ആർക്കും ഒരു കോയിൻസ് പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കോയിൻസ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു റൗണ്ടും കൂടെ വെക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ റൗണ്ടിൽ 2 കോയിൻ ബാക്കിയുള്ളത് കൊണ്ട് കോയിൻസ് കിട്ടാത്തവർക്ക് വീണ്ടും ഒരു ചാൻസ് കൂടെ കൊടുക്കുന്നു. അങ്ങനെ ആ സെക്കൻഡ് ചാൻസിൽ അനീഷിനൊരു കോയിൻ കിട്ടുന്നു, ഷാനവാസിനൊരു കോയിൻ കിട്ടുന്നു. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ അഭിലാഷിനൊരു ബ്ലാക്ക് കോയിനാണ് കിട്ടുന്നത്, റെനയ്ക്കും ഒരു ബ്ലാക്ക് കോയിനാണ്, ബിന്നിക്ക് 5 റെഡ് കോയിനും, ആര്യന് 3 റെഡ് കോയിനും, ജിഷേലിന് 2 റെഡ് കോയിനും, അക്ബറിന് 4 റെഡ് കോയിനും 1 ഗോൾഡ് കോയിനും കിട്ടുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ അനീഷിന് കിട്ടുന്നത് ഒരു ബ്ലാക്ക് കോയിനാണ്. അതേപോലെ ഷാനവാസിന് ഒരു റെഡ് കോയിനുമാണ് കിട്ടുന്നത്. ഒരു കോയിനും കിട്ടാത്തവർ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നു. അപ്പോൾ ഒരു കോയിൻസും കിട്ടാത്ത ആൾക്കാർ ഈ ടാസ്കിൽ നിന്നിട്ട് പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ ഇവരിൽ നിന്ന് തന്നെയാണ് ജയിൽ നോമിനേഷനും സെലക്ട് ചെയ്യുക. അക്ബറിന് ഒരു ഗോൾഡ് കോയിൻ കിട്ടിയത് കൊണ്ട് തന്നെ സൂപ്പർ പവറും കിട്ടിയിരിക്കുകയാണ്. സൂപ്പർ പവർ എന്താണെന്ന് വെച്ചാൽ ഒരാളെ ഡയറക്റ്റായിട്ട്
നോമിനേറ്റ് ചെയ്യാം. പക്ഷേ ഈ സൂപ്പർ പവർ പൂർണ്ണമായിട്ടും ലഭിക്കണമെങ്കിൽ അടുത്ത റൗണ്ടിൽ അക്ബർ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഗോൾഡ് കോയിൻ കിട്ടണം. അങ്ങനെ അക്ബർ അടുത്ത റൗണ്ടിലേക്ക് അക്ബറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര്യനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ബിഗ് ബോസ് എടുത്ത് ചോദിക്കുന്നുണ്ട്, അക്ബർ ഇത് ഉറപ്പിച്ചല്ലോ, ആര്യനെ തന്നെയാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറഞ്ഞു, ഇല്ല, ഞാൻ ആര്യനെ തന്നെയാണ്. ആര്യൻ കുറച്ചുകൂടെ ആയതുകൊണ്ട് മനസ്സ് വിചാരിക്കുന്നിടത്ത് പെട്ടെന്ന് ശരീരം എത്തും, അതുകൊണ്ട് തന്നെ ആര്യൻ അത് എടുക്കും എന്ന് അക്ബർ പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് വീണ്ടും ചോദിക്കുന്നു, ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ പ്രത്യാഘാതവും ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ളത്. ശരി, അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അക്ബറിൻ്റെ പാർട്ട്ണറാണ് ആര്യൻ. അടുത്തത് ബ്ലാക്ക് കോയിൻസ് കിട്ടിയവർക്കുള്ള പണിയാണ്. അഭിലാഷിനും അനീഷിനും റെനയ്ക്കുമാണ് ബ്ലാക്ക് കോയിൻ ഉള്ളത്. അവർക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ കണ്ണ് കെട്ടണം, വായി മൂടണം, നടക്കാൻ പാടില്ല. അപ്പോൾ ഈ 3 പണിയിൽ ഓരോരുത്തരും ഏതൊക്കെയാണ് ചൂസ് ചെയ്യുന്നുള്ളത് അവരവർക്ക് തന്നെ തീരുമാനിക്കാം. അനീഷ് കണ്ണ് കെട്ടാൻ തീരുമാനിച്ചു, റെന വായ മൂടിക്കെട്ടാൻ തീരുമാനിച്ചു, അഭിലാഷ് നടക്കാൻ പാടില്ല എന്നുള്ളതും തീരുമാനിച്ചു. ഷോറൂമിൽ വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ എന്നുള്ളതും ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ കണ്ണ് മൂടിക്കെട്ടിയിട്ടുള്ള അനീഷും വായ മൂടിക്കെട്ടിയിട്ടുള്ള റെനയും കൂടെ അഭിലാഷിനെ ഒരു ഉന്തുവണ്ടിയിൽ വെച്ചിട്ട് ഉന്തിക്കൊണ്ട് നടക്കുക. അടുത്ത റൗണ്ട് തുടങ്ങുന്നത് വരെ ഉന്തിക്കൊണ്ട് നടക്കുക. അവരൊരുപാട് നേരം അഭിലാഷിനെ വെച്ചിട്ട് ഈ ഉന്തിക്കൊണ്ട് നടന്നു കേട്ടോ. അവർ വളരെ ഫണ്ണി ആയിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇതിനിടയ്ക്ക് ഈ ശരത്തും അക്ബറും അഭിലാഷും ഒക്കെ കൂടെ ഇരുന്ന് ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ് ഒക്കെയാണ്. കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിലും പ്ലാനിങ് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്ത് ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും പറയുന്നത് ഇവർ ഗ്രൂപ്പിസം കളിക്കുന്നു എന്നുള്ളതാണ്. അത് അനു തുറന്ന് ശരത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഗ്രൂപ്പിസം കളിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ. അത് ശരത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത് പറഞ്ഞവർക്കെതിരെ ശരത്ത് പറയുന്നുണ്ട്, ഇപ്പോഴാണ് എല്ലാവരുടെയും മുഖം എനിക്ക് മനസ്സിലായത്. സരികേനെയും ശാരികേനെയും പിന്നെ രേണുവിനെയും എല്ലാത്തിനെയും ഞാൻ വീക്കെൻഡിൽ പൊളിച്ചെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് എല്ലാവരോടും പോയി പറയുന്നുണ്ട്. അത് ഈ അക്ബറും ശരത്തും കൂടെ നെവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ പുറത്തിരിക്കുന്നവരെ ആരെങ്കിലും ഒരാളെ നമുക്ക് എവിക്റ്റ് ചെയ്യാം, അത് നമ്മൾ തമ്മിൽ പ്ലാൻ ചെയ്യുന്നത് ഗ്രൂപ്പിസ് ആകുമോ? ഇവിടെ എല്ലാവരും അത് പറയുന്നുണ്ട്, അത് തെറ്റാണോ എന്നൊക്കെ നെവിനോട് ചോദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നെവിൻ ഈ ആര്യൻ്റെ ബാഡ്ജ് മോഷ്ടിച്ചല്ലോ. അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, ബിഗ് ബോസ് എൻ്റെ അഭിനയം പൊളിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഡ്രസ്സൊക്കെ എനിക്ക് തിരിച്ചു തന്നുള്ളത്. എന്നിട്ട് തിരിച്ച് റൂമിൽ വരുമ്പോൾ ആര്യൻ്റെ ബാഡ്ജ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ആര്യനും ജിഷേലും കൂടെ. അപ്പോൾ നെവിൻ ചെന്ന് ആര്യൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ സംശയമുണ്ടോ? നീ സംശയിക്കുമ്പോൾ എന്നെയും കൂടെ സംശയിക്കണ്ടേ? ഞാനെങ്ങാനുമാണ് നിൻ്റെ ബാഡ്ജ് എടുത്തതെന്ന് നിനക്ക് സംശയമുണ്ടോ എന്ന്. അപ്പോൾ ആര്യൻ തിരിച്ചു പറയുന്നുണ്ട്, ഒന്ന് പിന്നെ നെവിനെ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടും കൂടിയില്ല എന്ന്. ഒരു നെവിൻ പറയാണ്, ഞാനല്ല എടുത്തത്, ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും, ആര്യൻ ഞാൻ നിൻ്റെ ബാഡ്ജ് എടുത്തു എന്ന് ഞാൻ തന്നെ പറയുന്നുള്ളത്. ഇതിനിടയ്ക്ക് നമ്മുടെ രേണു സുധി പോയിട്ട് നൂറേൻ്റെ അടുത്തിരുന്നിട്ട് സങ്കടം പറയുന്നുണ്ട്, ഈ അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച വിഷയം. പക്ഷെ അത് രേണു പറയുന്നത് കേട്ടപ്പോഴത്തേക്കിനും വിഷമം തോന്നി. ഇത്രയൊക്കെ രേണുവിനെ പറയാനും മാത്രം എന്തെങ്കിലും മിസ്റ്റേക്ക് രേണുവിൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കണില്ല. അക്ബർ ക്യാമറേനെ നോക്കിയിട്ടും ഇത് വിശദീകരിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്, അവർ കൊണ്ടുവരുന്ന കണ്ടന്റുകളൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ്, അതുപോലെ തന്നെ ഒട്ടും റെലവൻ്റ് അല്ല എന്ന് തോന്നിയത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നൊക്കെ ഞാൻ വേണമെങ്കിൽ രേണു ചേച്ചീൻ്റെ അടുത്ത് സോറി പറയാം എന്നൊക്കെ ക്യാമറ നോക്കിയിട്ട് പറയുന്നുണ്ട്. രേണുവിൻ്റെ അടുത്ത് പോയി സോറി പറഞ്ഞതായിട്ടൊന്നും കണ്ടില്ല. പിന്നീട് ഭാഗ്യത്തിൻ്റെ പണിപ്പെട്ടി എന്നുള്ള ടാസ്കിൻ്റെ അടുത്ത റൗണ്ട് തുടങ്ങുകയാണ്. കോയിൻസ് കയ്യിലുള്ള എല്ലാവരും കൂടെ പോയിട്ട് മത്സരിക്കുന്നു. ഈ റൗണ്ടിൽ ആര്യൻ അക്ബറിന് വേണ്ടിയിട്ട് ഗോൾഡ് കോയിനും എടുക്കണം, ആര്യന് വേണ്ടിയിട്ടുള്ള കോയിൻസും കളക്ട് ചെയ്യണം. അങ്ങനെ നെക്സ്റ്റ് റൗണ്ട് തുടങ്ങി, ബസർ അടിച്ചു, എല്ലാവരും പോയിട്ട് കോയിൻ കളക്ട് ചെയ്തു. ആര്യന് ശരിക്കും ആ ഗോൾഡ് കോയിൻ കിട്ടിയിരുന്നു. പക്ഷേ റെനയും ആര്യനും കൂടെ എടുത്തിട്ട് തിരിച്ചു പോരുന്ന വഴിക്ക് തമ്മിൽ ഇടിച്ചു വീണു. അപ്പോൾ ആര്യൻ്റെ കയ്യിൽ നിന്ന് ഈ ഗോൾഡ് കോയിൻ താഴെ വീണ സമയത്ത് ഷാനവാസ് പോയിട്ട് ആ കോയിൻ എടുത്തു. ഇപ്പോൾ ഗോൾഡ് കോയിന് ഷാനവാസിൻ്റെ കയ്യിലാണുള്ളത്. തിരിച്ചിവർ ലിവിംഗ് റൂമിൽ വന്നതിന് ശേഷം ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള കോയിൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ബിഗ് ബോസ് ചോദിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് റൗണ്ടിൽ ഷാനവാസിന് ഒരു ബ്ലാക്ക് കോയിനും ഒരു റെഡ് കോയിനും ഒരു ഗോൾഡ് കോയിനും, ആര്യൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള ഒരു ഗോൾഡ് കോയിൻ, ആര്യന് 3 റെഡ് കോയിൻ, അക്ബറിന് 3 റെഡ് കോയിനും ഒരു ബ്ലാക്ക് കോയിനും, അഭിലാഷിന് 2 റെഡ് കോയിൻ,
അനീഷിന് 2 റെഡ് കോയിനും 2 ബ്ലാക്ക് കോയിനും. അക്ബറിൻ്റെ കയ്യിൽ നിന്ന് ഈ ഗോൾഡ് കോയിൻ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഈ സൂപ്പർ പവറും അക്ബറിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ബിഗ് ബോസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൂപ്പർ പവർ നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ പരിണിത ഫലവും അനുഭവിക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അക്ബറിന് വേണ്ടിയിട്ട് ഈ ലാസ്റ്റ് റൗണ്ടിൽ പോയത് ആര്യനാണല്ലോ. അപ്പോൾ ആര്യനെയും അക്ബറിനെയും കൂടെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ് ബിഗ് ബോസ്. എന്നിട്ട് ഇവരോട് പറയുന്നു, നിങ്ങളുടെ സൂപ്പർ പവർ നഷ്ടപ്പെട്ടു, പകരം നിങ്ങളാണ് നോമിനേഷനിലേക്ക് പോവുക. അപ്പം നിങ്ങളിൽ ആരാണ് പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ. അപ്പോൾ ഇവരാദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ സംസാരിക്കുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട്, ഞാൻ ആദ്യം 19 പേരുടെയും കൂടെ മത്സരിക്കാൻ പോയപ്പോൾ എനിക്ക് ഗോൾഡ് കോയിൻ കിട്ടി. ഇത് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ മത്സരിക്കാനായിട്ട്. എന്നിട്ട് പോലും നീ അത് എടുത്തിട്ട് നിൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണ് അത് നഷ്ടപ്പെട്ടത്. അപ്പോൾ ആര്യനാണ് നോമിനേഷനിലേക്ക് പോകേണ്ടതെന്നുള്ളത്. ആര്യൻ പറയുന്നു, അത് എൻ്റെ മിസ്റ്റേക്കല്ല, ഞാനത് കളക്ട് ചെയ്തതാണ്, എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയിട്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങളല്ലേ എന്നെ ചൂസ് ചെയ്തത്, അപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ അല്ലേ തെറ്റിപ്പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാതെ തർക്കിക്കുന്നുണ്ട്. അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ചൂസ് ചെയ്യാതെ ഈ വാതിൽ തുറക്കത്തില്ല എന്ന്. അങ്ങനെ അവസാനം അക്ബർ തന്നെ പറഞ്ഞു, അടുത്ത വീക്കിൽ അക്ബർ തന്നെ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് പോവുകയാണ് എന്നുള്ളത്. പിന്നീട് ബ്ലാക്ക് കോയിൻസ് കയ്യിലുള്ളവർക്കുള്ള പണിയാണ്. ഇപ്പോൾ ബ്ലാക്ക് കോയിൻസ് ഉള്ളത് അനീഷിൻ്റെ കയ്യിലും അക്ബറിൻ്റെ കയ്യിലും ഷാനവാസിൻ്റെ കയ്യിലുമാണ്. പക്ഷേ അനീഷിൻ്റെ കയ്യിൽ 2 ബ്ലാക്ക് കോയിൻസ് ഉണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, നിങ്ങളുടെ കയ്യിൽ 2 പണികളുണ്ട്, അതിലൊരു പണി വേറെ ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളത്. അനീഷ് അത് ആര്യന് കൊടുക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, ആര്യന് കിട്ടിയിരിക്കുന്നത് ഒരു പണിയാണ്, പിന്നെ ഇവർക്ക് 3 പേർക്കും കൂടിയുള്ള പണികളും. അപ്പോൾ പണികൾ എന്താണെന്ന് വെച്ചാൽ, മുമ്പ് അനീഷും അഭിലാഷും റെനയും ചെയ്ത പണി തന്നെ. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ പണി ആര്യനുള്ളത് ആന നടത്തം എന്നുള്ളതാണ്. മുട്ടും കൈയും നിലത്ത് കുത്തിയിട്ട് മുട്ടിൽ നടക്കുക എന്നുള്ളത്. ഷാനവാസ് വായ മൂടിക്കെട്ടാനും അക്ബർ കണ്ണ് മൂടിക്കെട്ടാനും അനീഷ് ഈ ഉന്തുവണ്ടിയിലിരിക്കാനും. അപ്പം അനീഷിനെ ഉന്തുവണ്ടിയിലിരുത്തി അക്ബറും ഷാനവാസും കൂടെ ഉന്തിക്കൊണ്ട് നടക്കുക ബിഗ് ബോസ് പറയുന്നത് വരെ. ആര്യനാവട്ടെ ഇവരുടെ വണ്ടീൻ്റെ മുന്നിൽ മുട്ടിലഴഞ്ഞ് അങ്ങനെ നടക്കുക. അങ്ങനെ ഇവരുടെ ഈ പണി തുടങ്ങി. അതിൽ ഷാനവാസും അക്ബറും കൂടെ മനഃപൂർവ്വം അനീഷിനെ താഴത്തേക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അഭിലാഷിനെയും വെച്ചിട്ട് അത്രയും നേരം അനീഷ് ആ വണ്ടി ഉന്തിക്കൊണ്ട് നടന്നു, എന്നിട്ട് അഭിലാഷ് താഴെ വീണില്ല. പക്ഷേ അനീഷ് കയറിയിരുന്ന സമയത്ത് ഇവർ മനഃപൂർവ്വം ഉന്തി താഴെ ഇടാനായിട്ട് നോക്കി. അനീഷ് അതിൽ കയറിയിരുന്നപ്പോൾ തന്നെ ഉള്ള കാര്യം പറയാലോ, അനീഷ് ആ പണി നന്നായിട്ട് അർമാദിച്ചു. അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ടാസ്ക് തൽക്കാലം അവസാനിച്ചു എന്നുള്ളത് ബിഗ് ബോസ് വിളിച്ചു പറയുന്നു. ഈ അക്ബർ ഈ പണി മേടിക്കാനായിട്ട് പോകുന്ന സമയത്ത് അക്ബറിൻ്റെ കയ്യിലുണ്ടായിരുന്ന കോയിൻസൊക്കെ നെവിനെയാണ് ഏൽപ്പിച്ചത്. നെവിൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാണ്, ഞാൻ സൂക്ഷിച്ചോളാം. അക്ബർ പോകുന്നതിന് മുമ്പ് ചോദിച്ചിരുന്നു, ഇത് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ വല്ലവരും ഉണ്ടോ എന്ന് ചോദിച്ചു. നെവിൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞതാണ്, ഞാൻ എടുത്തോളാം എന്നുള്ളത്. അപ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് അക്ബർ വന്നിട്ട് കോയിൻസ് ചോദിച്ചപ്പോൾ അതിനകത്ത് നിന്നൊരു ഗോൾഡ് കോയിൻ മിസ്സിംഗ് ആണ്. അത് നെവിൻ എടുത്തിരുന്നു. പിന്നെ അവസാനം നെവിൻ പറയുന്നുണ്ട് കേട്ടോ, നെവിൻ എടുത്തു, അത് നെവിൻ്റെ ഗെയിമാണ് എന്നുള്ളത്. അതേപോലെ ആര്യൻ്റെയും കോയിൻസ് കാണാതെ പോയിരുന്നു. അപ്പോൾ ആര്യൻ അത് അവിടെ ഇരുന്ന് പറഞ്ഞ സമയത്ത് അനീഷ് അതിൽ കയറി ഇടപെടുന്നുണ്ട്. കാണാതെ പോയെങ്കിൽ അത് നിൻ്റെ തെറ്റ്, നീ സൂക്ഷിക്കേണ്ടതായിരുന്നു എന്നുള്ളത് പറയുന്നു. അത് ആര്യന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആര്യൻ പറയുന്നു, നീ ഒന്ന് ഉറങ്ങുന്നത് കാണണമല്ലോ, നീ ഉറങ്ങുമ്പോഴത്തേക്കിനും ഞാൻ നിൻ്റെ കോയിൻസ് എടുക്കുമെന്ന് പറയുമ്പോൾ അനീഷും വെല്ലുവിളിക്കുന്നു, ഞാൻ എങ്ങനെ ഉറങ്ങിയാലും നിനക്കത് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുമ്പോൾ ആര്യൻ വന്നിട്ട് അനീഷിൻ്റെ പോക്കറ്റിൽ നിന്ന് ബലം പിടിച്ചത് എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കയ്യാങ്കളി പോലുള്ളൊരു സീനിലേക്ക് പോയി. അനീഷ് ആര്യനെ എന്തോ ഒരു മോശം വാക്ക് വിളിക്കുന്നു. അപ്പോൾ അനീഷ് മോശം വാക്ക് വിളിച്ചു എന്നുള്ളത് പറഞ്ഞിട്ട് കുറച്ച് പേര് ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് വന്നപ്പോൾ ശാരിക എന്ത് ചെയ്തു, ആര്യനെതിരെ സംസാരിക്കുന്നു. ആര്യൻ ചെയ്തത് ശരിയല്ല, ഫിസിക്കലി പോയി അറ്റാക്ക് ചെയ്യാൻ പാടില്ല, അത് ആര്യനാണ് ആ തെറ്റ് ചെയ്തത്, അങ്ങനെ പോയി പ്രൊവോക്ക് ചെയ്തത് ആര്യനാണ്, ആര്യൻ ചെയ്തതാണ് തെറ്റെന്ന് പറയുന്നു. പിന്നെ ആര്യനും ശാരികയും തമ്മിലായി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം. പിന്നെ അനീഷ് പുറത്ത് ഗാർഡൻ ഏരിയയിൽ കൂടെ നടക്കുകയാണ്. എന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നു, എനിക്കിവിടെ ആരോടും അറ്റാച്ച്മെൻറ്റും ബോണ്ടിങ്ങും ഒന്നും ഉണ്ടാക്കണ്ട ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് പാട്ടും പാടി അങ്ങനെ നടക്കുന്നുണ്ട്. രാത്രിയിൽ ലൈറ്റൊക്കെ ഓഫായി കഴിഞ്ഞ സമയത്ത് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ടാസ്ക് ഓണായി. അപ്പോൾ ഇവിടെ ശരത്തും അക്ബറും പിന്നെ ശാരികയും സരികയും ഒക്കെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് പ്ലാനിങ് മാത്രമേ ഉള്ളൂ, കാര്യങ്ങളൊന്നും നടക്കാൻ പോണില്ല. പക്ഷെ എന്നാലും ഗംഭീരമായിട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്.
ഇതിനിടയ്ക്ക് ഷാനവാസ് ഗാർഡൻ ഏരിയയിൽ തന്നെയുള്ള ചെയറിൽ പോയിരിക്കുകയാണ്. അപ്പോൾ റൂൾസിലുണ്ട് അങ്ങനെ കട്ടിലിൻ്റെ അടുത്തുനിന്നല്ലാതെ വേറെ എവിടെയും പോയി ഇരിക്കാൻ പാടില്ല എന്നുള്ളത്. ടാസ്കിലുള്ള ബാക്കി 3 പേരും ഈ കട്ടിലിന് ചുറ്റും ഇരിക്കുകയും ഷാനവാസ് അപ്പുറത്ത് പോയി കസേരയിൽ ഇരുന്നിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഇവർ വിളിച്ചിട്ടും ഷാനവാസ് ഇവിടെയൊന്നും വന്നിരിക്കുന്നില്ല. ഇന്നലെ ഷാനവാസ് കിടന്നുറങ്ങുകയും ഷാനവാസിന് മറ്റുള്ളവരെല്ലാവരും കൂടി ഇരുന്ന് കാവലിരിക്കുകയും ചെയ്തിട്ട് ഷാനവാസ് ഇന്ന് ഷാനവാസിൻ്റെ കാര്യം നോക്കി പോയി എന്നുള്ളത് ഈ ശൈത്യം അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അയാൾ കാണിക്കുന്നത് കണ്ടോ, നമ്മളെന്തിനാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്, വിളിച്ചിട്ട് പോലും ഷാനവാസ് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് പോയിട്ട് അനീഷ് സംസാരിക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കാൻ പാടില്ല, ഇത് റൂളല്ല, അവിടെ പോയി കിടക്ക്, നിന്നെ ഞാൻ വിടില്ല ഷാനവാസെ, നിന്നെ അനങ്ങാൻ ഞാൻ വിടില്ല, എൻ്റെ ഓരോ ഫൗൾ പ്ലേയും ഞാൻ പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസിന് വലിയ കുലുക്കമൊന്നുമില്ല. അതിനുശേഷം ബിന്നിയും വന്നിട്ട് ഷാനവാസിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ലല്ലോ, അത് റൂളല്ലല്ലോ എന്നുള്ളത്. പിന്നെ കാണിക്കുന്നത് ഉണ്ണിയിലും ആര്യനും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. ഉണ്ണിയിൽ ആര്യൻ്റെ അടുത്ത് പറയാണ്, നീ കളിക്കുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ഗെയിം കളിക്ക്, നീ കളിക്കുന്നത് അപ്പാനിയുടെ ഗെയിമാണ്. ആര്യൻ്റെ കയ്യിൽ നിന്ന് ഗോൾഡ് കോയിൻ താഴെ വീണപ്പോൾ ഉണ്ണിയിലാണ് ഷാനവാസിനോട് പറഞ്ഞത് പോയതെടുക്കാൻ. കാരണം ആര്യൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പാനിയുടെ ഗെയിമാണ്, അക്ബറിൻ്റെ ഗെയിമാണ്. ആര്യൻ്റെ ഗെയിം കളിക്കുമെന്ന് പറഞ്ഞിട്ട് ആര്യനും ഉണ്ണിയിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വാക്ക് തർക്കം പോലെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ മറ്റുള്ള വീട്ടുകാരൊക്കെ കൂടെ പ്ലാൻ ചെയ്തത് ഇവർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ ചെറിയൊരു അനക്കം കേൾക്കുമ്പോൾ തന്നെ ജിഷയിൽ ചാടി എഴുന്നേൽക്കുന്നുണ്ട്, ഇവരുടെ പ്ലാനിങ് ഒക്കെ പൊളിയുന്നുമുണ്ട്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.